ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സമയം കണ്ണടച്ച് ഒരാഗ്രഹം പറയുക, അത് നടന്നിരിക്കും. അതാണ് അത് ഏതൊരു സമയമാണ്, എങ്ങനെയാണ് പറയേണ്ടത് എന്നെല്ലാം ഞാൻ വിശദമായി പറയുന്നുണ്ട്. ഇത് ചെയ്യേണ്ട രീതി പറയുന്നുണ്ട്. ആ ചെയ്യേണ്ട രീതിയിൽ അത് ചെയ്തവർക്കൊക്കെ ധാരാളം നല്ല കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഒരു തവണ ചെയ്താൽ ഫലമുണ്ടാകണമെന്നില്ല, ചിലർക്ക് ഫലമുണ്ടാകും. ചിലർക്കിത് പലതവണ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോഴായിരിക്കും ഫലം കിട്ടുന്നത്. എന്തായാലും ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും അതിൻ്റെ ഫലം വരുന്നതും വരാത്തതുമല്ല. അപ്പം ശരിയായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങളുണ്ടാകും. നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടാൻ ഉപകരിക്കും. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഏതാഗ്രഹവും ഭദ്രകാളിയമ്മ നടത്തി തരും. ഞാനീ പറയുന്ന ഒരു സമയം കണ്ണടച്ചു ഒരാഗ്രഹം പറയുക. അത് അമ്മയെ വിശ്വസിക്കണം. നമ്മളല്ലാതെ പറഞ്ഞു കഴിഞ്ഞ് ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ നടക്കുമെന്ന് സംശയിക്കുക, ഒരു ഫലം കിട്ടത്തില്ല. വെറുതെ സമയങ്ങളാണെന്നുള്ളൂ. അമ്മയെ വിശ്വസിച്ചാൽ അമ്മ ഏതാഗ്രഹവും സാധിച്ചു വരുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ഉപയോഗപ്പെടുത്താം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായുള്ളൊരു കാര്യമായിരിക്കണം. ഒരു കാര്യമേ പറയാവുള്ളൂ. നിങ്ങൾക്ക് നടക്കാൻ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കണം. അതേത് കാര്യം അമ്മയോട് പറയാം. വിശ്വാസത്തോടെ അമ്മയെ വിശ്വസിക്കണം. അത് ഈ വിദ്യ ചെയ്തു കഴിഞ്ഞ് പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ഉള്ളവർക്ക് ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ ചെയ്യുമ്പോഴേ അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടും. ചിലർക്ക് ചിലപ്പോൾ വീണ്ടും ചെയ്യേണ്ടി വരും. അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ അമ്മയോടുള്ള വിശ്വാസം പോലിരിക്കും, ആ ഭക്തി പോലിരിക്കും, ചെയ്യുന്ന കാര്യത്തിലെ ആത്മാർത്ഥത പോലിരിക്കും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. ചെയ്യാനുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പം ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഞാൻ നല്ല കാര്യങ്ങൾ, ഇതുപോലുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന, ഏതൊരു സാധാരണക്കാരൻ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ്, നല്ല വഴിപാടുകളാണ്. പിന്നെ വിളിക്കേണ്ട ദേവൻ, ദേവത, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരത് ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. പിന്നെ ഇപ്പോൾ ഒരു വഴിപാട് ക്ഷേത്രത്തിൽ ഒരു തവണ ചെയ്തെന്ന് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആവർത്തിക്കേണ്ടി വരും. നിങ്ങൾ അവിടെ കൊടുക്കേണ്ട ഒരു വിശ്വാസമുണ്ട്. നമ്മളതിൻ്റെ കൂടെ പ്രയത്നിക്കേണ്ടി വരും. ഇതെല്ലാം മനസ്സിലാക്കി ആവശ്യമുള്ളവർ ചെയ്യുക. ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിൽ അവർക്ക് തന്നെ സമയത്തിന് തീരാറില്ല. ഇത് ആണ് സാഹചര്യം. പുതിയതായിട്ട് ഓരോ വീഡിയോയിലും പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കും. ആ നിലയിൽ പറഞ്ഞതാണ്. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. അവിടെ ഇന്ന് പറയുന്ന കാര്യം, പ്രധാനമായിട്ടും പറയുന്ന കാര്യം, ഈ ഒരു സമയം ഏത് സമയമെന്ന് പറയുന്നുണ്ട്. അത് കണ്ണടച്ച് ഒരു ആഗ്രഹം പറയുക. ചെയ്യേണ്ട ഒരു പ്രത്യേക രീതിയിലാണ്. അത് നിങ്ങൾക്ക് നടന്നു കിട്ടാൻ നിങ്ങളാ വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ആ കാര്യം നടന്നു കിട്ടുമെന്നുള്ളതാണ് അനുഭവങ്ങളിലൂടെ മനസ്സിലായ കാര്യം. അത് കഴിഞ്ഞ് പിന്നെ പറയാൻ പോകുന്ന കാര്യം, ഇപ്പം ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു വിട്ടു. ഒരുപാട് കടവും വിലയൊക്കെ മേടിച്ചായിരിക്കും ചെയ്യുന്നത്. അതുപോലെ നല്ലൊരു ഭാവി ഉണ്ടാകാനും ജീവിതം ഉണ്ടാകാനും വേണ്ടിയാണ്. അവിടെ ചെന്ന് കഴിയുമ്പം വഴക്ക്, പ്രശ്നം, ആകെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാതാപിതാക്കൾക്ക് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ. പിന്നെ ഒരു തരത്തിൽ ആ പെൺകുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് വെളിയിൽ വരിക തന്നെയാണ് നല്ലത്. വേറെ ഒരു കല്യാണത്തിലേക്ക് പോകണം. ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് വരിക. ആ ബന്ധം വേണ്ടെന്ന് വെക്കണം. ഒരു കാരണവശാലും പറ്റത്തില്ലെങ്കിൽ അത് അവനവനെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. പറ്റുമെങ്കിൽ ഇനിയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ ഞാൻ കുറച്ച് പരിഹാരങ്ങൾ പറഞ്ഞുതരാം. അത് ആവശ്യമുള്ളവർ ചെയ്യുക. അങ്ങനെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അവർക്ക് ആ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ആയിരിക്കും അത് ശരിക്കും അറിയാവുന്നത്. അവർക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് രണ്ടുപേർക്കും വേറെ നല്ലൊരു ജീവിതത്തിലേക്ക് പോകാം. പിന്നെ ചേർന്ന് പോകാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർന്ന് പോവുക തന്നെ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ അതിന് തടസ്സങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ചെയ്യാവുന്ന ചില വഴിപാടുകളും അവർക്കും സ്വയം ചെയ്യാവുന്ന ചില വഴിപാടുകളും, ഒന്നുകിൽ അവർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ചെയ്യാം, ഒരു കുടുംബം നന്നായിട്ട് പോകാൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ ഞാൻ വർക്ക് കുറച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളൊരു വാട്സാപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ
ഞാൻ റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ കാര്യമേ പറയാറുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ആ രീതിയാണ് ഞാൻ ചെയ്യുന്ന രീതി പറഞ്ഞല്ലോ. അത് ആവശ്യമുള്ളവർക്ക് അത് പറഞ്ഞിട്ടേ ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളവർക്ക് കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരുപാട് ചിലപ്പം ആളുകൾ മെസ്സേജ് ഇടും. എന്നാലും ഞാൻ അവരുടെ പേര് എഴുതി വെക്കും. ഇതിനോട് ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും എപ്പോഴും വാട്സപ്പിൽ ചോദിക്കാറുണ്ട് വർക്ക് എടുക്കുന്നില്ല എന്ന്. പലപ്പോഴും ഫ്രീ ആകാറില്ല. ഇപ്പോഴും ഫ്രീ അല്ല എങ്കിലും കുറച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ ഇടുക. ആദ്യവാദ്യം ഇടുന്നവർക്ക് മുൻഗണനാക്രമത്തിൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരും. ഞാൻ എങ്ങനെ ചെയ്യുന്നത് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞു. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർ ഇടുക. ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങളാണ്. ഒരു ദിവസം ചെയ്തുകൊണ്ടിരുന്ന മാറ്റം വരാൻ പോകുന്നില്ല. ക്ഷേത്രത്തിൽ ചെയ്യേണ്ട നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. വീട്ടിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനയെ പറയാറുള്ളൂ. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. അതുപോലെ നമ്മൾ അതിലൂടെ പ്രയത്നിക്കുകയും കൂടെ ചെയ്യേണ്ടി വരും. മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർ ചെയ്യേണ്ട. അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് വീഡിയോ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴാണ് വർക്ക് എടുക്കുന്നത്, ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു അവസരം എല്ലാവർക്കും കൊടുക്കണമല്ലോ, ആ നിലയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് ഈ പറയുന്ന 2 ദിവസങ്ങൾ, മാസത്തിൽ 2 ദിവസങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ ആഗ്രഹം കണ്ണടച്ച് പറയേണ്ടത്. അതിനൊരു മന്ത്രമുണ്ട്. അത് ഒരു രീതിയാണ്. അത് മുഴുവൻ രഹസ്യ രീതി കേൾക്കണം കേട്ടോ. എടുത്തു ചാടി ചെയ്യരുത്. മുഴുവൻ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ. അമാവാസിയും എന്ന് വെച്ചാൽ കറുത്തവാവ് രണ്ടും ഒന്ന് തന്നെയാണ്. അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് ആ ഒരു ദിവസവും, പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് അത് രണ്ടും ഒരു ദിവസവും. പൗർണമി എന്ന് പറയുന്നത് വെളുത്തവാവ് എന്ന് പറയുന്നത് ഒന്ന് തന്നെ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എങ്കിലും അറിയാത്ത ആരെങ്കിലും കാണുമല്ലോ. ഞാൻ ഏതൊരു സാധാരണക്കാരനും വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ കറുത്തവാവും പൗർണമിയും അല്ലെങ്കിൽ അമാവാസിയും പൗർണമിയും. അപ്പം കറുത്തവാവും പൗർണമിയും ഈ 2 ദിവസങ്ങൾ മാസത്തിൽ നിങ്ങൾ എടുക്കുക. ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യസമയം പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പം കറുത്തവാവാന്ന് വിചാരിച്ചു, ഞാൻ കൃത്യസമയം പറയുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കൃത്യസമയം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ചെയ്യേണ്ട വിദ്യയും പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ഈ കറുത്തവാവെന്ന് വിചാരിച്ചു. കറുത്തവാവിൻ്റെ അന്ന് പ്രഥമ തിഥി തുടങ്ങുന്ന സമയവും, എന്നുവെച്ചാൽ പ്രഥമ തിഥി തുടങ്ങി 1 മണിക്കൂർ ശേഷവും പ്രഥമ തിഥി തുടങ്ങുന്നതിന് 1 മണിക്കൂർ പുറകോട്ടും വരുന്ന 2 മണിക്കൂറാണ് ആ ദിവ്യമായ സമയം. അപ്പോൾ അത് സാധാരണക്കാരന് കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാനൊരു സമയം നിങ്ങൾക്ക് പറഞ്ഞുതരാം. 12:05 12:25 ഇടയിലുള്ള സമയം കറുത്തവാവിൻ്റെ അന്നും വെളുത്തവാവിൻ്റെ അന്നും ഉച്ചയ്ക്ക് 12:05 12:25 ഇടയിലുള്ള സമയം നിങ്ങൾ ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ചെയ്യുക. മനസ്സിലായല്ലോ? ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ട് വണ്ടി ഓടിക്കുമ്പോഴോ റോഡിൽ കൂടെ നടക്കുമ്പോഴോ ഒരു ജോലി ഇടയ്ക്കോ ചെയ്യരുത്. ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ചെയ്യുക. നിങ്ങൾ ഈ ഉച്ചയ്ക്ക് 12:05 12:25 ഇടയ്ക്ക്, അതേ കറുത്തവാവും പൗർണമിയും ഈ 2 ദിവസങ്ങളിൽ ഈ ഉച്ചയ്ക്ക് 12:05 12:25 ഇടയ്ക്ക് നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങളുടെ നെറ്റിയുടെ മധ്യത്തിൽ ഒരു വെള്ള പ്രകാശം സങ്കല്പിക്കുക. പൊട്ടുപോലെ സങ്കല്പിച്ചാൽ മതി, കണ്ണ് തുറന്ന്. എന്നിട്ട് നിങ്ങൾ 1 തവണ ഈ പറയുന്ന മന്ത്രം ജപിക്കുക. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഹ്രീം എന്നുള്ള ഹായ കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്ന മന്ത്രം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. വീഡിയോയുടെ കാര്യം എഴുതി ഇടത്തില്ല, എല്ലാവർക്കും അറിയാം. കേട്ട് ജപിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയേ നമഃ. ഈ മന്ത്രം നിങ്ങൾ കണ്ണു തുറന്ന് നെറ്റിയുടെ മധ്യത്തിൽ ഒരു പൊട്ടിൻ്റെ ആകൃതിയിൽ വെള്ളപ്രകാശം സങ്കല്പിച്ച കണ്ണ് തുറന്ന് വാ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കണം. ഈ ദിവ്യമായ സമയത്ത്, ദിവ്യസമയമാണ് അത്, ഞാൻ പറഞ്ഞുതരാം. അതൊരു ദിവ്യസമയം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടായി പറയുന്നത്. ജപിച്ച ശേഷം നിങ്ങൾ ജസ്റ്റ് കണ്ണടച്ച് ഈ നെറ്റിയിലെ വെള്ളപ്രകാശം ഭദ്രകാളിയാണെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ച്, ശ്രദ്ധിച്ചു കേൾക്കണം, മനസ്സിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. അപ്പോഴാണ് ഫലം ലഭിക്കുന്നത് കേട്ടോ. ഉറച്ച് വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം പറയുക. അമ്മേ,
മനസ്സിൽ പറഞ്ഞാൽ മതി. കണ്ണടച്ചു ഇവിടെ വെള്ളപ്രകാശം സങ്കല്പിച്ച് നെറ്റിയുടെ മധ്യത്തിൽ ഒരു പൊട്ടിൻ്റെ ആകൃതി വെള്ളപ്രകാശം സങ്കല്പിച്ച് കണ്ണടച്ച് പിന്നെ നിങ്ങൾ മന്ത്രം ജപിക്കേണ്ട. മന്ത്രം ആദ്യം കണ്ണ് തുറന്ന് വാഗൊണ്ട് നമുക്ക് കേൾക്കാവുന്ന ഒരു തവണ ഇവിടെ നെറ്റിയിൽ വെള്ളപ്രകാശം മനസ്സുകൊണ്ട് ചിന്തിച്ച് ഒരു തവണ ജപിക്കുക. എന്നിട്ട് കണ്ണടച്ച് ഈ വെള്ളപ്രകാശം ഭദ്രകാളിയാണെന്ന് ഉറപ്പിച്ച് ഒരു പൊട്ട് പോലെ മതി. വെള്ളപ്രകാശം ഭദ്രകാളിയാണെന്ന് ഉറപ്പിക്കണം. മനസ്സുകൊണ്ട് ഉറച്ച് വിശ്വാസത്തോടെ ചെയ്യണം. ഉറപ്പിച്ച് നിങ്ങൾ ഭദ്രകാളി അമ്മയോട് പറയണം, എൻ്റെ ഇന്ന കാര്യം, നിങ്ങളുടെ ഏത് കാര്യവും പറയാം, ഇന്ന കാര്യം സാധിച്ചു തരണം. അത് സാധിച്ചു തന്നു കഴിയുമ്പോൾ ഞാൻ അടുത്തുള്ള നിങ്ങളുടെ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് പറയുക. അവിടെ പോയി 6 നാഴി പായസം കഴിച്ചേക്കാമെന്ന് നേരുക. ഇത് ഏത് കാര്യത്തിന് വേണ്ടി ചെയ്യാം. എന്നിട്ട് നിങ്ങളത് നിങ്ങളുടെ കാര്യം പിന്നെ അതിനെക്കുറിച്ച് ഉടനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ചിന്തിച്ചാൽ പോയി. നമ്മൾ പറഞ്ഞു പിന്നെ ആ കാര്യം ഉടനെ ചിന്തിക്കരുത്. കാരണം ചിന്തിച്ചാൽ സംശയം കൊണ്ട് അത് ഫലം കിട്ടത്തില്ല. പറഞ്ഞു കഴിഞ്ഞു പിന്നെ അത് ഉടനെ ചിന്തിക്കുകയോ ചെയ്യരുത്. കാരണം നമുക്ക് അമ്മയെ വിശ്വസിച്ചു, അത്ര തന്നെ. ചിന്തിച്ചാൽ ഒരു ഫലവും കിട്ടത്തില്ല. എന്നിട്ട് നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പം ഒരു വെള്ളിയാഴ്ച പോയി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ 6 നാഴി പായസം ചെയ്യുക. ഇനി 6 നാഴി ഇല്ലെങ്കിൽ ഒരു 6 നാഴി പായസത്തിൻ്റെ ഉള്ള സാധനങ്ങളെല്ലാം അളന്ന് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ഉള്ള വിശേഷപ്പെട്ട പായസം ചെയ്യുക. അവിടെ 6 നാഴി പായസം ഉണ്ടോ എന്ന് അന്വേഷിക്കണം അടുത്ത ഭദ്രകാളി ക്ഷേത്രത്തിൽ. എന്നിട്ട് ആ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു വേണം ഭദ്രകാളി അമ്മയോട് എൻ്റെ ഈ കാര്യം സാധിച്ചു കാണും. സാധിച്ചു കഴിയുമ്പോൾ ഇന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഞാൻ 6 നാഴി പായസം കഴിച്ചേക്കാം. അമ്മേ എന്നെ സഹായിച്ചേ പറ്റൂ, എനിക്ക് വേറെ മാർഗമില്ല എന്ന് ഉറപ്പിച്ച് കട്ടായം പറയണം. അമ്മ വിചാരിച്ചാൽ അത് നടക്കും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അമ്മേ അത് നടത്തി തരണേ, ഇനി എനിക്കൊന്നും പറയാനില്ല, അമ്മയെ സമർപ്പിക്കുന്നു എന്ന് പറയുക. മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി. എന്നിട്ട് കണ്ണു തുറക്കുക. സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്യാം. ഈ ദിവ്യമായ സമയത്ത് ഇത് കറുത്തവാവിൻ്റെ അന്നും ചെയ്യാം, അല്ലെങ്കിൽ വെളുത്തുവാവിൻ്റെ അന്നും ചെയ്യാം. ഒരു തവണ ചെയ്താൽ മതി. ഏത് ആഗ്രഹവും ഇങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു കൊടുക്കാം. നിങ്ങൾക്കൊരു എൻട്രൻസ് പരീക്ഷയുണ്ട്. നല്ലതായിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും കൂടെ വേണം, പഠിക്കുകയും കൂടെ വേണം. അതിൻ്റെ കൂടെ ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്, ഒരു വീട് സ്ഥലവും വിൽക്കണം, ഒരു പ്രൊമോഷൻ കിട്ടണം, നമുക്കൊരാളുമായിട്ട് ഐക്യത്തിലാകണം, നല്ല രീതിയിൽ നല്ല കാര്യത്തിന് വേണ്ടി, പിന്നെ ഒരാളുമായിട്ടുള്ള പിണക്കം തീരണം, നമുക്ക് സാമ്പത്തികം ഉണ്ടാകണം, പുതിയ വരുമാനമാർഗം കിട്ടണം, നമുക്ക് ഒരു ചിട്ടി അടിക്കണം, നമുക്ക് ഒരു ലോൺ കിട്ടണം. ഏത് കാര്യത്തിനും നമ്മുടെ വീട്ടിൽ കലഹമാണ്, അത് മാറണം. ഏത് കാര്യത്തിനും ചെയ്യാം. ഏത് കാര്യത്തിനും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ അമ്മയ്ക്ക് കടുംപായസമോ നാരങ്ങാമാലയോ ചെമ്പരത്തിമാലയോ ഒക്കെ പറഞ്ഞാൽ മതി. വലിയ വലിയ കാര്യങ്ങളാണെങ്കിൽ 6 നാഴി പായസം തന്നെ പറയണം കേട്ടോ. ചെറിയ കാര്യങ്ങളാണെങ്കിൽ കടുംപായസം പറയുക, അല്ലെങ്കിൽ ഒരു നാരങ്ങാമാല പറയുക മതി. വലിയ കാര്യം ഒരു ഇത് പറഞ്ഞാൽ ഒന്നുകിൽ കടുംപായസം പറയാം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം കടുംപായസമാണ്. ഏറ്റവും ഇഷ്ടമുള്ള നേദ്യങ്ങളിൽ ഒന്നാണ് കടുംപായസം. കടുംപായസം പറഞ്ഞാൽ മതി. ഇനി വലിയ വീട് സ്ഥലവും വിൽക്കേണ്ട കാര്യങ്ങളാണ്, അങ്ങനെയുള്ള വലിയ കാര്യങ്ങളാണ്, എത്ര ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങളാണെങ്കിൽ 6 നാഴി പായസം പറഞ്ഞോണം. ഇങ്ങനെ പറഞ്ഞെന്ന് കരുതി കാര്യം നടക്കണമെന്നില്ല. നിങ്ങൾ അമ്മയെ വിശ്വസിക്കണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചിലരുണ്ട് ഇത് എന്നെങ്കിലും വഴിപാട് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യും. അത് എന്തുകൊണ്ടാണ്? അവർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർ ഒരു കാര്യം നടക്കത്തില്ല. ഞാനത് നിങ്ങൾ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. വിശ്വാസമുള്ളവർ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കത്തില്ല. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ചെയ്തവർക്കാണ് ഫലമുണ്ടായത്. അല്ലെ വെറുതെ സമയം കളയാന്നുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ശരിയായിട്ട് പറഞ്ഞ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഇത് അന്ന് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വെളുത്തുവാവിൻ്റെ അന്നും ചെയ്യാം. ഉച്ചയ്ക്ക് 12:05 12:25 ഇടയിലുള്ള ദിവ്യമായ സമയത്ത് വേണം. ഈ സമയത്തിന് പ്രത്യേകതയുണ്ട്. അതായത് ഈ സമയം ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഇപ്പം കറുത്തവാവിൻ്റെ അന്ന് ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് കേട്ടാൽ മതി. നിങ്ങൾ ഇതൊന്നും അറിഞ്ഞാൽ മതി. അല്ലാതെ ഇത് നിങ്ങൾ ചിന്തിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഓഗസ്റ്റ് 28 2025 കറുത്തവാവായിരുന്നു. കഴിഞ്ഞു പോയ കാര്യമാണ്. നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അന്ന് കറുത്തവാവിൻ്റെ അന്ന് പ്രഥമ തിഥി തുടങ്ങുന്നത് രാവിലെ 11:36. അപ്പോൾ 11:36 മുതൽ 12:36 വരെയുള്ള ഒരു മണിക്കൂറും 11:36 മുതൽ 10:36 പുറകോട്ടുള്ള ഒരു മണിക്കൂറും, അപ്പോൾ 10:36 മുതൽ 12:36 വരെയുള്ള 2 മണിക്കൂർ. ഇത് ദിവ്യമായ സമയമാണ്. കറുത്തവാവിൻ തിഥിയുടെ അവസാനത്തെ 1 മണിക്കൂറും പ്രഥമ തിഥിയുടെ ആദ്യത്തെ 1 മണിക്കൂറും ചേരുന്നത് ദിവ്യമായ സമയമാണ്. ഇത് പല സിദ്ധന്മാരും യോഗികളും ഒക്കെ അവർ പല കാര്യത്തിനും പ്രയോജനപ്പെടുത്തുന്ന ദിവ്യമായ സമയമാണ്. അപ്പോൾ ഇത്
നിങ്ങൾക്കിത് കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ വിട്ടേക്കുക. നിങ്ങൾ ഞാനീ പറയുന്ന സമയം എടുക്കുക. കറുത്തവാവിൻ്റെ അന്നോ വെളുത്തവാവിൻ്റെ അന്നോ ഈ രണ്ടിലേതെങ്കിലും ഒരു ദിവസം ചെയ്യാം. ഉച്ചയ്ക്ക് ഈ 2 ദിവസവും വേണം ചെയ്യാം, 2 കാര്യത്തിന് വേണ്ടി. ഉച്ചയ്ക്ക് 12:05-നും 12:36-നും ഇടയിലുള്ള സമയം എടുക്കുക. ഈ സമയത്ത് സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്. സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. വെളിയിലോട്ട് ഇറങ്ങി വന്നാൽ നല്ല ചൂടുള്ള സമയമാണ്. സൂര്യൻ നല്ല പവർഫുള്ളായിട്ട് നിൽക്കുന്ന സമയമാണ്. സൂര്യൻ പവർഫുള്ളായിട്ട് നിൽക്കുന്ന സമയം ആത്മീയ കാര്യങ്ങൾക്ക് ഏറ്റവും നല്ല സമയമാണ്. ഞാൻ അഭിജിത്തിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത് കേട്ടോ. അഭിജിത്തൊക്കെ ഇച്ചിരി വ്യത്യാസം വരും. ഞാനിത് സിദ്ധന്മാരെടുക്കുന്ന ദിവ്യമായ സമയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് ആത്മീയ കാര്യങ്ങൾക്കും പ്രവൃത്തി ലാഭം, കർമ്മലാഭം, ഏതൊരു കാര്യം നേടിയെടുക്കാനും ആ ദിവ്യമായ മുഹൂർത്തം ഗുണം ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. ആരെ വിളിക്കണം? ഭദ്രകാളിയെ വിളിക്കണം. എന്തുകൊണ്ട് ഭദ്രകാളിയെ വിളിക്കാൻ പറഞ്ഞു? ഭദ്രകാളിയെ വിളിച്ചാൽ അതിന് ഒരു എതിരുമില്ല, എന്ത് കാര്യവും നേടിയെടുക്കാൻ പറ്റും. അവിടെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ വിശ്വസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര കാര്യങ്ങൾ ചെയ്തിട്ട് നടക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ വഴികൾ പറയുന്നതേ ഉള്ളൂ, നിങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങളാണ് വിശ്വസിക്കേണ്ടത്. നിങ്ങൾക്ക് ശരിയായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. വിശ്വാസമില്ലെങ്കിൽ വെറുതെ സമയം കളയണ്ട, ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. ഏതൊരു കാര്യവും നടന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങൾക്ക് ആരുടെയും ആശ്രയമില്ലാതെ എന്തും നേടിയെടുക്കാം. ഞാൻ മനസ്സിലായോ? ആരുടെയും പുറകെ നടക്കേണ്ട കാര്യമില്ലെന്നേ. എന്തിനാ പുറകെ നടക്കുന്നത്? നിങ്ങൾക്ക് സ്വയം ഏത് കാര്യവും നേടിയെടുക്കാം. നിങ്ങളത്രയും പോലും അറിവില്ലാത്തവൻ്റെയും കരുണയില്ലാത്തവൻ്റെയും ദയയില്ലാത്തവൻ്റെയും ഒക്കെ പുറകെ നടന്നിട്ട്, അല്ലെങ്കിൽ ഈശ്വരാധീനം ഇല്ലാത്തവൻ്റെയൊക്കെ പുറകെ നടന്നിട്ട് എന്ത് നേടാനാണ്? ഒന്നും നേടാനില്ല. പിന്നെ നല്ല ആളുകളുടെ ഉപദേശങ്ങൾ കേൾക്കാം, നല്ല ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക, അതിനും തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരീയത നിങ്ങൾ അറിയുക, അതുതന്നെയാണ് ഏറ്റവും മഹത്തരമായത്. അപ്പം അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക. ഇനിയും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. ഒരുപാട് കടവും പോലെ മേടിച്ചായിരിക്കും കല്യാണം കഴിച്ചു വിടുക. അവിടെ ചെല്ലുമ്പോൾ അത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം, വഴക്ക്, പ്രശ്നങ്ങളെ, കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്, അച്ഛനും അമ്മമാരുമല്ല. പെൺകുട്ടി അവർ ഇപ്പോൾ അച്ഛനും അമ്മയോട് പറഞ്ഞു, അച്ഛ അല്ലെ അമ്മ, എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഒരു തരത്തിലും പറ്റത്തില്ല. പക്ഷേ അച്ഛനും അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ അതുപോലെ അവിടുത്തെ അവസ്ഥ മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ആ പെൺകുട്ടി തീരുമാനം എടുക്കണം. പറ്റത്തില്ല, അപ്പോഴേ അതിൽ നിന്ന് വിട്ടുപോരുക, അടുത്ത വിവാഹം നോക്കാം. നിങ്ങൾക്ക് വീണ്ടും ജീവിതം ഉണ്ടെന്നേ, ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നല്ലൊരു ജീവിതം കാണും ഇനിയും. ഇപ്പോൾ പെൺകുട്ടി കല്യാണം കഴിഞ്ഞു വിട്ടു, അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ പരമാവധി പിടിച്ച് നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഒരു ജീവിതം ഒരിക്കലും ഇല്ലാതാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അടുത്തൊരു വിവാഹം കഴിച്ചാലും അതിലും പ്രശ്നങ്ങളുണ്ടാകാം, പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതമില്ല. അപ്പം പിടിച്ചു നിൽക്കാവുന്ന, അല്ലെങ്കിൽ പറ്റുന്നതാണെങ്കിൽ, പറ്റത്തില്ലേ വിട്ടേക്കണം, പറ്റുന്നതാണെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അത് അച്ഛനും അമ്മയും വഴിപാട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കുട്ടിക്കും ചെയ്യാം. ഇത് ആൺകുട്ടിക്കും പെൺകുട്ടിക്കും, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും ആർക്കും ചെയ്യാം. ഒരു കുടുംബം നന്നായിട്ട് പോകാൻ വേണ്ടി ആർക്കും ചെയ്യാം. നമ്പർ 1, ഞാനും പറഞ്ഞു തരുന്നത് അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരുപാട് ആളുകൾ, ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും കാണുന്നുണ്ട്. എല്ലാ വിഭാഗത്തിലുള്ള പലരും പലതും ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നില്ല. സത്യസന്ധമായ ആ ഈശ്വരനെ നിലനിർത്തിയുള്ള നന്മയുള്ള കാര്യങ്ങളാണ്, അല്ല വേറൊന്നും അല്ല പറയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ആ ഈശ്വരനാമം മാത്രമേ ഉള്ളൂ. നമ്പർ 1, ഒന്നാമത്തെ കാര്യം താലി, സ്വർണ്ണ. ഇപ്പം കല്യാണം കഴിഞ്ഞു പ്രശ്നങ്ങളാണ്, നമുക്ക് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ മുന്നോട്ട് പോകാൻ നോക്കുക. അതിന് സ്വർണ്ണത്താലി ചുമന്ന ചരടിൽ, മഞ്ഞ ചരടല്ല. കല്യാണം കഴിഞ്ഞാണ് ചുമന്ന ചരട. കല്യാണത്തിന് മുമ്പാണെങ്കിൽ മഞ്ഞ ചരടി കോർത്ത് താലി വെക്കാം. കല്യാണം കഴിഞ്ഞാണെങ്കിൽ ചുമന്ന ചരടിൽ സ്വർണ്ണത്താലി കോർത്ത് പാർവതി ദേവിക്ക് ചാർത്തുന്ന കണ്ട് ഈ പെൺകുട്ടി തൊഴുക. എനിക്ക് ദീർഘദാമ്പത്യവും ദീർഘായുസ്സും എനിക്കും ഭർത്താവിനും ഒക്കെ നൽകണം, അമ്മ അതിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടൽ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. അമ്മയെ വിശ്വസിക്കുക. അമ്മയെ താലി ചാർത്തുന്ന കണ്ട് തൊഴണം. ആ സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയോ വർത്താനം പറഞ്ഞോ ഒന്നും നിൽക്കരുത്.
അമ്മയെ താലി ചാർത്തുന്ന കണ്ട് തൊഴുമ്പോഴാണ് ശരിക്കും അത് പ്രയോജനമാകുന്നത്. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത്. അത് ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഇത് പെൺകുട്ടി തന്നെ ചെയ്യണം, അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇനി ബാക്കിയുള്ളത് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ചെയ്യാം, അച്ഛനും അമ്മയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് ചെയ്യാം. മറ്റേ ആൺകുട്ടികൾക്ക് ഇതുപോലെ പ്രശ്നമുണ്ടെങ്കിൽ അവർക്കും അവർ പോയി ചെയ്യാം. പിന്നെ ഇനിയും പറയുന്ന കാര്യം ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വീട്ടുകാർക്ക് ചെയ്യാം, ഇവർക്ക് വേണ്ടി ഇവർക്കും ചെയ്യാം, വീട്ടുകാർക്കും ചെയ്യാം. പ്രദോഷ പൂജ നടത്തുക. പ്രദോഷ പൂജ എന്ന് പറഞ്ഞാൽ പ്രദോഷ ദിവസം ശിവൻ്റെ നടയിൽ വൈകുന്നപാട്, അത് കലണ്ടറെ നോക്കിയാൽ പ്രദോഷം കാണും. പ്രദോഷ ദിവസം വൈകുന്നപാട് പ്രദോഷ പൂജ ചെയ്യുക. ഇപ്പം മക്കൾ രണ്ടുപേരും ഇപ്പം മോളെ കെട്ടിച്ചു വിട്ടു, മോളും ഭർത്താവും തമ്മിൽ ഐക്യത്തിൽ പോകണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മോളുടെയും ഭർത്താവിൻ്റെയും 2 പേരുടെ പേരിൽ പ്രദോഷ പൂജ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു എല്ലാ മാസവും ഒരു തവണ പ്രദോഷം വരും. ആദ്യത്തെ ഒരു പ്രദോഷത്തിന് മോളുടെ പേര് ചെയ്യുക, അടുത്ത പ്രദോഷത്തിന് മരുമോൻ്റെ പേര് ചെയ്യുക. ഇങ്ങനെ മാസം തോറും സാധിക്കുന്ന പോലെ അവനവൻ്റെ ആവശ്യം പോലെ ആവർത്തിക്കുക. അല്ലെ ഒരു ദിവസം തന്നെ 2 പേരുടെയും ചെയ്യുക. നല്ലതായിട്ട് ജീവിതം മുന്നോട്ട് പോകും. പക്ഷേ ഇതൊക്കെ ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല, ഇടയ്ക്ക് പറ്റുന്ന പോലെ ആവർത്തിക്കണം. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലേ പറയുന്നത്. നമ്പർ 3, അതായത് നിങ്ങളുടെ ഏത് ഭദ്രകാളി ക്ഷേത്രത്തിലും ചെയ്യാം. നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ സൗകര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ മാസത്തിൽ ഒരു ചൊവ്വാഴ്ച ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേരിൽ ഗുരുതി നിവേദ്യം 100 രൂപയുടെ ഗുരുതി നിവേദ്യം ചെയ്യുക. അപ്പോൾ 100, 200 രൂപയാകും. തിരുമേനിക്ക് ഒരു 200 രൂപ ദക്ഷിണം കൊടുത്തേക്കണം. ഇത് മാസത്തിൽ ഒന്നെങ്കിലും ചെയ്തു പോകണം. വലിയ പൈസ മുടക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. പിന്നെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പലതും പറയും, അതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഞാനീ പറഞ്ഞ കാര്യം ചെയ്യുക മതി. മനസ്സിലായോ? അതിൻ്റെയൊക്കെ പുറകെ പോയാൽ അത് നിങ്ങളുടെ കുഴപ്പം. ഈ 100 രൂപയുടെ ഗുരുതി നിവേദ്യം എന്ന് പറഞ്ഞാൽ അത് മതി. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം പലരും പല അഭിപ്രായങ്ങൾ പറയും, അതുകൂടെ ഇതുകൂടെ ചെയ്യും. അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇപ്പം ഗുരുതി മാസത്തിൽ ഒരു ചൊവ്വാഴ്ച ചെയ്യേണ്ട. രാവിലെ കൊടുത്താൽ ചിലപ്പോൾ ഒരു ഉച്ചയ്ക്കായിരിക്കും ചെയ്യുന്നത്, അതിനൊന്നും കുഴപ്പമില്ല. ഒരു ചൊവ്വാഴ്ച ചെയ്യുക. ഇനിയും എപ്പോഴും കുറച്ച് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ചകൾ ആവർത്തിച്ച് ചെയ്യുക. 1 2 ചൊവ്വാഴ്ച അടുപ്പിച്ച് ചെയ്യുക. മാസത്തിൽ ഒരു ചൊവ്വാഴ്ചയെങ്കിലും ചെയ്തിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഒരു വഴക്കെന്നൊക്കെ കണ്ടാൽ 2 3 ചൊവ്വാഴ്ച അടുപ്പിച്ച് ചെയ്യുക. അല്ലെങ്കിൽ എന്തായാലും ഒരു ചൊവ്വാഴ്ച നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. പിന്നെ കൂടുതൽ എന്തെങ്കിലും വഴക്കുകളോ കാര്യങ്ങളോ ഒരു പ്രശ്നങ്ങളോ കാണുകയാണെങ്കിൽ 2 3 ചൊവ്വാഴ്ച അടുപ്പിച്ച് ചെയ്തോണം. അതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. 4ാമത്തെ കാര്യം, ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ ഇപ്പം മരുമോനാണ് പ്രശ്നമെങ്കിൽ മരുമോൻ്റെ പേരിൽ ജലധാര, മൃത്യുഞ്ജയാർച്ചന, പിൻവിളക്ക്, അഘോര മന്ത്രാർച്ചന, ഇത് മരുമോൻ്റെ പേരിൽ ചെയ്യുക. ഇനി മോളുടെ പേരിലും ചെയ്യുക, അതും നല്ലതാണ്. പിന്നെ 2 പേരുടെ പേര് ഐക്യമത്യാർച്ചനയും കൂടെ ചെയ്യുക, നല്ലതാണ്. അപ്പോൾ പ്രശ്നക്കാരാണ് ആരാണോ എന്ന് വെച്ചാൽ ആരാണ് കൂടുതൽ ഈ ഐക്യപ്പെടാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇപ്പം മോളുടെ ഭാഗത്തും ഐക്യപ്പെടാൻ തടസ്സമുണ്ടെങ്കിൽ 2 പേരുടെയും പേര് ചെയ്യാം. ജലധാര, മൃത്യുഞ്ജയ അർച്ചന കൂവളത്തിലുകൊണ്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഫലം ലഭിക്കും കേട്ടോ. തിരുമേനോട് പറഞ്ഞാൽ ചെയ്യും. മൃത്യുഞ്ജയാർച്ചന, പാൽപ്പായസം, പിൻവിളക്കിന് രസി എടുത്ത് വെക്കുക, 2 പേരുടെയും പേര് ഐക്യമത്യാർച്ചന. ഇത് മാസത്തിൽ ഒരു ശനിയാഴ്ച ചെയ്യുക. നിങ്ങളുടെ ആവശ്യം പോലെ. കറുത്തവാവ് കഴിഞ്ഞത് ശനിയാഴ്ച ചെയ്താൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും. നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. ഞാനിങ്ങനെ എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇത് സാധിക്കുന്ന പോലെ മാസത്തിൽ ഒന്നും ഇത് ആവർത്തിക്കണം. അല്ലെങ്കിൽ കൂടുതൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാസത്തിൽ 2 3 ശനിയാഴ്ച അടുപ്പിച്ച് ചെയ്തോണം. ഇതൊക്കെ ലളിതമായ കാര്യങ്ങളാണ്. വലിയ ലക്ഷങ്ങൾ മുടക്കിയ കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. അത് അവനവന് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലേ ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആളുകൾക്ക് പ്രയോജനം ലഭിച്ച കാര്യമാണ്. ഒരു കുടുംബം നന്നായിട്ട് പോകുന്ന കാര്യമാണ്. നിങ്ങളിത് ആവശ്യം പോലെ പ്രയോജനപ്പെടുത്തുക. ഇതിൻ്റെ അകത്തൊക്കെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പേരിൽ ഒരു 3 മാസത്തിൽ 4 മാസത്തിൽ ഒരിക്കലെങ്കിലും പക്കനാളിന് ശിവന് ജലധാര, മൃത്യുഞ്ജയാർച്ചന, പാൽപ്പായസം, പിൻവിളക്ക്, കരിക്കഭിഷേകം, ഇതൊരു 3 4 മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. ചെയ്യണം, നല്ലതാണ്. എന്തിനാണെന്നറിയോ? അവർ ദീർഘായുസോടുകൂടി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
എന്നും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി. ഈ കരിക്കഭിഷേകം ചെയ്യുമ്പോൾ പെട്ടെന്ന് പിതൃപ്രീതി ഉണ്ടാവും. മൃത്യുഞ്ജയ അർച്ചന, അതുപോലെ പാൽപ്പായസം, മുൻജന്മ കർമ്മദോഷം പെട്ടെന്ന് മാറിക്കിട്ടും. മാത്രമല്ല മൃത്യുഞ്ജയ അർച്ചന കൂവളത്തിൽ കൊണ്ട് ചെയ്യാൻ പറയണം. പെട്ടെന്ന് ഫലം ഉണ്ടാവും, കർമ്മദോഷം മാറിക്കിട്ടും, ഭഗവാൻ അനുഗ്രഹം പെട്ടെന്നുണ്ടാകും. മൃത്യുഞ്ജയ അർച്ചന കൂവളത്തിൽ കൊണ്ട് ചെയ്യാൻ തിരുമേനോട് പറയണം. മൃത്യുഞ്ജയ അർച്ചനയ്ക്ക് രസ്യം എടുത്തിട്ട് ഫലം പെട്ടെന്നാണ്. പിന്നെ പിൻവിളക്ക്, അത് രസ്യം എടുത്ത് അടക്കി വെച്ചാൽ മതി. അമ്മയുടെ അനുഗ്രഹം, പാർവതിയുടെ അനുഗ്രഹം കൂടെ കിട്ടും. അവർക്ക് ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കാനും സമൃദ്ധിയോടെ ജീവിക്കാനും ഐക്യത്തോടെ ജീവിക്കാനും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ തന്നെ കാണണം. അത് നല്ല ഒരു ഡോക്ടറെ കണ്ടിട്ട് കുറവില്ല, വേറൊരു ഡോക്ടറെ കാണണം. ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളത് ചെയ്യണം, നല്ല കെയറിങ് കൊടുക്കണം. ഉണ്ടെങ്കിൽ ഇനിയിപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നല്ല രീതിയിൽ ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ, ദോഷം ഉണ്ടാകത്തില്ല. പറയാൻ മനസ്സിലാവും. ഇത് എല്ലാത്തിനും നല്ലതാണ്. ഇത്രയും കാര്യങ്ങളാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നത്. പിന്നെ ഒരു പുരുഷനായിക്കോട്ടെ സ്ത്രീക്കായിക്കോട്ടെ തുടർന്ന് പോകാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങളത് തീരുമാനിക്കേണ്ടത്, അല്ല വീട്ടുകാരല്ല. നിങ്ങൾക്കേ അറിയത്തുള്ളൂ നിങ്ങളുടെ സാഹചര്യം. ആ വിവാഹത്തിൽ നിന്ന് പുറത്തു വരിക, നിയമപരമായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. തുടർന്ന് പോകാൻ പറ്റത്തില്ല പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവസാനം വരെ നല്ല രീതിയിൽ പോകാൻ ശ്രമിക്കണം. പറ്റത്തില്ലേ, ഒരാളുടെ ജീവിതം വെറുതെ കളയരുത്. നിങ്ങൾ പരസ്പര ധാരണയോടുകൂടി സന്തോഷത്തോടെ പിരിയുക. എന്നിട്ട് ആ പെൺകുട്ടിക്കും വേറെ വിവാഹം, നല്ല രീതിയിലുള്ള വിവാഹം കിട്ടും. ആ പുരുഷനും നല്ല രീതിയിലുള്ള വിവാഹം കിട്ടും. നിങ്ങളുടെ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനിയും നല്ല ജീവിതമുണ്ട്. ഇനി ചേർന്ന് പോകാൻ പറ്റുമെങ്കിൽ മാക്സിമം ചേർന്ന് പോകാൻ തന്നെ ശ്രമിക്കണം. കാരണം ഒരു ജീവിതം, വേറൊരു ജീവിതത്തിലേക്ക് പോയാലും അവിടെയും പ്രശ്നങ്ങൾ, സാധാരണ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എല്ലാ ജീവിതത്തിലും. അത് മനസ്സിലാക്കി പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ പരമാവധി ഒന്നിച്ച് തന്നെ ജീവിതം മുന്നോട്ട് പോയി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഐക്യത്തോടെ പോകാൻ ശ്രമിക്കണം, പരിഹാരങ്ങളൂടെ ചെയ്ത് കേട്ടോ. ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഇത് പ്രയോജനപ്പെട്ടതാണ്. ഇത് പല ഈ ഞാൻ പറഞ്ഞിട്ട് വേറെ ഇത് ഡൈവോഴ്സിൻ്റെ വക്കിലായവർ വരെ ചെയ്തിട്ട് ഒന്നിച്ച അനുഭവമുണ്ട്. ശനിയാഴ്ച വൈകിട്ട് ശിവന്, ശനി തിങ്കൾ ദിവസങ്ങളിൽ വൈകിട്ട് ശിവന്, ശനി തിങ്കൾ വെള്ളി ഈ ദിവസങ്ങളിൽ വൈകിട്ട് ശിവന് അല്പം തുമ്പപ്പൂ പറിച്ചിലയില്ലാതെ നടക്കി വെച്ച് ഭാര്യയും ഭർത്താവും ഐക്യത്തിലാകാൻ വേണ്ടി ഒരു ഐക്യമത്യാർച്ചനയും കൂടെ രസീതെടുത്ത് ഈ തുമ്പപ്പൂവും കൂടെ അതേ വെച്ച് നടക്കി വെക്കുക, പ്രാർത്ഥിച്ച്. അങ്ങനെ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി ഒന്നിച്ചവർ വരെ ഉണ്ട്. വൈകിട്ട് ചെയ്യണം, അതാണ് എൻ്റെ രഹസ്യം. നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കാൻ കൂടെ വേണം. വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അത് ആവർത്തിക്കണം. ചിലപ്പോൾ ഒരു തവണ ചെയ്താൽ ഫലം ഉണ്ടാകണമെന്നില്ല. തിങ്കൾ ശനി വെള്ളി വൈകുന്ന പാടി ശിവക്ഷേത്രത്തിൽ. ചിലർക്ക് ചിലപ്പോൾ ഒരു തവണ തന്നെ ചെയ്യുമ്പോൾ ഫലം ഉണ്ടാകും, ചിലർ ആവർത്തിക്കേണ്ടി വരും. അത് ചിലർക്ക് അവരുടെ കർമ്മദോഷം കൂടുതൽ കാണും, അല്ലെങ്കിൽ അവരുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലുന്നില്ലായിരിക്കും, അതുകൊണ്ടാണ് ആവർത്തിക്കേണ്ടി വരുന്നത്. ചിലർക്ക് പെട്ടെന്ന് ഫലം കിട്ടും. അത് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. എൻ്റെ അടുത്ത് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പയ്യൻ്റെ അമ്മ വന്നു. അപ്പോൾ ആ പയ്യന് വിദേശത്ത് ഒരു രാജ്യത്ത് പോകാൻ വേണ്ടിയാണ് അവർ കുറച്ച് പൈസ അതിനുവേണ്ടി എങ്ങാണ്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഭഗവാന്റെ മുന്നേ വെച്ചാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഈ പൈസ പോകാനാണ് സാധ്യത കൂടുതൽ, നിങ്ങൾ അത് തിരിച്ചു മേടിക്കണം എന്ന് പറഞ്ഞു. അതല്ല, അങ്ങനല്ല, ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള ആളാണ്, അവരൊരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ. ശരി തന്നെ. പക്ഷേ ഈ പൈസ പോകാൻ സാധ്യത കൂടുതലാണ്. ആ ചെറുക്കൻ പോയാലും അവിടെ ചെന്നാൽ ആ ചെറുക്കൻ പെട്ടുപോകും, നിങ്ങൾ കാശ് തിരിച്ചു മേടിച്ചോണം. ഇവർ പാവപ്പെട്ടവരാണ്. കുറേ നാളായി ഇതുവരെ ആ പയ്യൻ്റെ പോക്കം നടന്നിട്ടില്ല. അവർ കാശ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് പറയുന്നു. പാവങ്ങളാണ്, കൊടുക്കാമെന്ന് പറഞ്ഞെന്ന് പറയുന്നു. ഞാൻ ആ ഗ്രഹനില കണ്ട് കൈരേഖ നോക്കിയപ്പോഴേ, ആ പയ്യൻ്റെ കൈരേഖ ഞാൻ നോക്കിയിട്ടുള്ളതാണ്, നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. പിന്നെ അമ്മ എന്ന് പറഞ്ഞ ഗ്രഹനില കൊണ്ട് മാത്രമാണ്. ഇത് രണ്ടും ഞാൻ പരിശോധിച്ചുള്ള. ഞാൻ പറഞ്ഞു ഇങ്ങനെ അവിടെ ചെന്നാലും പെട്ടുപോകും, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർ പരിഹാരങ്ങൾ ചെയ്യത്തില്ല. ഒരു അമ്പലത്തിലൊന്നും അങ്ങനെ വലുതായിട്ട് പോകാറില്ല. പിന്നെ ഏതായാലും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ പൈസ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അത് നല്ല കാര്യം. അപ്പം ഇങ്ങനെ ഈ എവിടെ ഒരു ആപത്തുണ്ടോ, അല്ലെ എവിടെ ഒരു തട്ടിപ്പുണ്ടോ, അങ്ങോട്ട് പോയി ചാടുന്ന ചില ആളുകളുണ്ട്.
അവർ കൃത്യം അവിടെ പോയി ചാടും. ആരും അവരോട് പറയണ്ട. എവിടെ തട്ടിപ്പുണ്ടെങ്കിലും ഇവർ വണ്ടി പിടിച്ച് പോയി അതിൻ്റെ അകത്ത് ചാടും. ഞാൻ എന്നിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങളിത് എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു. ഈ കൃത്യം തട്ടിപ്പിൽ തന്നെ പോയി എങ്ങനെ ചാടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞാൽ അതൊന്നുമല്ല, ഇത് അവർ കൊണ്ടുപോയിട്ടുണ്ട്. ശരി, നമുക്ക് നോക്കാം. ഇന്നേ അവർ നടന്നിട്ടില്ല, പിന്നെ പൈസ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ അങ്ങോട്ട് തട്ടിപ്പിൽ പോയി ചാടുന്ന ചില നക്ഷത്രക്കാരുണ്ട്. നക്ഷത്രം വെച്ച് മാത്രം പറയാൻ പറ്റത്തില്ല, ഗ്രഹനിലയും കൈരേഖയും എല്ലാം വെച്ചാണ് അത് നമുക്കൊരു അനുമാനിക്കാൻ പറ്റുന്നത്. ഒരു ആക്യുറേറ്റായിട്ടൊരു ഇതിലൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. നക്ഷത്രം വെച്ചൊരു വൈഡ് അനാലിസിസേ പറ്റത്തുള്ളൂ. എങ്കിലും സാമാന്യം കണ്ണടച്ചുകൊണ്ട് പറയാൻ പറ്റും ഏത് നക്ഷത്രക്കാരാണ്. കാർത്തിക, പൂരം, മൂലം, രേവതി, പൂയം, വിശാഖം, ചതയം അങ്ങോട്ട് പോയി ചാടും. മകം, ഉത്രട്ടാതി, ഇങ്ങനെ ചില നാളുകാരുണ്ട്. ഞാൻ പെട്ടെന്ന് കുറച്ച് നാൾ പറഞ്ഞതേ ഉള്ളൂ. കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ വളരെ ചുരുക്കി കുറച്ചുകൂടെ ഉണ്ട്, വളരെ ചുരുക്കി പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് നാളുകാരുണ്ട്. ഇവരങ്ങോട്ട് പോയി ചാടും. വണ്ടി പിടിച്ച് പോകും. എത്ര ദൂരെയാണെങ്കിലും ഇവർ വണ്ടി പിടിച്ച് അവിടെ പോയി പൈസ കൊടുത്ത് ചാടി. ലാസ്റ്റ് പൈസ പോയി, അത് പോയി, ഇത് പോയി, ബഹളമാണതില്ല. അപ്പോൾ ഇന്നാ ക്ഷേത്രത്തിൽ പോവോ? അതില്ല. ആരെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കൂ? അതില്ല. ദൈവാധീനം ഉണ്ടോ? അതില്ല. ഗുരുത്വമുണ്ടോ? അതില്ല. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടോ? അതുമില്ല. ഇന്ന് തട്ടിപ്പ് കൃത്യമായിട്ട് ചാടാനുള്ള അറിവുണ്ട്, അത് മാത്രമല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വെള്ളിയാഴ്ച ദിവസം കഴിവതും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. അമ്മയ്ക്ക് കടുംബായുസും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുക. ഇത് വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. കുളമുണ്ട് മലര് കൊണ്ട് മീനോട്ട് ചെയ്യുക. മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച ഒരു രക്തപുഷ്പാഞ്ജലി ഇതിൻ്റെ കൂടെ ചെയ്യണം. രാവിലെ ഒരു ഗണപതി ഹോമം, വൈകിട്ടൊരു ഭഗവതി ക്ഷേത്രവും വൈകിട്ടൊരു ഭഗവതി സേവയും ക്ഷേത്രത്തിൽ കൊടുക്കുക. ഇത് പറ്റുന്ന പോലെ മലയാള മാസം ആദ്യ വെള്ളിയാഴ്ച വീതം ആവർത്തിക്കുക. ഒരു പരിധി വരെ ഒരു ആപത്തിലും ചാടാതെ ഭദ്രകാളിയും രക്ഷപ്പെടുത്തു കേട്ടോ. പിന്നെ പക്കനാളിന് ശിവന് കരിക്കഭിഷേകം, ജലധാര, മൃത്യുഞ്ജയാർച്ചന, കൂവളത്തില കൊണ്ട് മൃത്യുഞ്ജയാർച്ചന ചെയ്യണം. പിൻവിളക്ക്, ഇത് ജലധാര, പാൽപ്പായസം, മൃത്യുഞ്ജയാർച്ചന കൂവളത്തില കൊണ്ട് പിൻവിളക്കിൻ്റെ രഹസ്യം എടുത്ത് വെക്കുക. ഇത് പക്കനാൾ തോറും സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. ശിവനടയിൽ ഒരു പരിധി വരെ അവരൊന്നും ഒരു ആപത്തിലും പോയി ചാടത്തില്ല. ചാടിയാലും രക്ഷപ്പെടും, ചാടത്തില്ല മിക്കവാറും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ മോശം കൂട്ടുകെട്ടുകളിൽ പോകത്തില്ല, ആപത്തുകളിൽ പോയി ചാടത്തില്ല. പിന്നെ ശനിയാഴ്ച സാധിക്കുമെങ്കിൽ കൂവളത്തില കൊണ്ട് മൃത്യുഞ്ജയാർച്ചനയും ജലധാരയും രാവിലെ ചെയ്യുക. അമ്മയ്ക്കൊരു പിൻവിളക്കൂടെ കൊടുക്കുക. ശനിയാഴ്ച രാവിലെ ചെയ്യുന്നത് വളരെ ഫലമാണ്. പുരുഷനോ സ്ത്രീക്കോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കുട്ടികളൊന്നും ആപത്തിൽ പോയി ചാടത്തില്ല, തെറ്റായ തീരുമാനങ്ങൾ എടുക്കത്തില്ല, നല്ല നിലയിൽ ജീവിതം വരും. ഇതൊന്നും ഇപ്പോൾ ഈ വീഡിയോ ഒന്നും ചിലപ്പോൾ കാണത്തില്ല, കാരണം നല്ല കാര്യങ്ങൾ ആരും കാണത്തില്ല. ആവശ്യമില്ലാതുള്ള പല പ്രശ്നങ്ങളിൽ പോയി ചാടിക്കഴിയുമ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും. അല്ലെ ചിലപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്യും, സാറേ ഞങ്ങളുടെ അങ്ങനെ ഇങ്ങനെ. ഇത് പറയാനല്ല, എന്നാൽ പിന്നെ നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾ തന്നെ കേൾക്കാഞ്ഞ്, ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല, ഞങ്ങൾ കണ്ടില്ല, എല്ലാവരും കാണത്തില്ലെന്നേ, അതേ കുഴപ്പം. എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളും ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമല്ല തള്ളിക്കളയാം. ഇത് നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കിയവർക്കെല്ലാം ഗുണങ്ങളുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളാണ്. എല്ലാവരും യേശുവിനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.